ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഒരാൾക്ക് ആകർഷണമുള്ള ഒരു രൂപമായിരിക്കത്തില്ല, അല്ലെങ്കിൽ പെരുമാറ്റ രീതിയായിരിക്കത്തില്ല മറ്റൊരാൾക്കുള്ളത്. അതുപോലെ തന്നെ ഒരു വിഷയമാണെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നത് പല കാര്യങ്ങൾക്കകത്തായിരിക്കും. ചിലരാണെങ്കിൽ ഒരു വ്യക്തിയുടെ രൂപത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, എന്നാൽ ചിലർക്ക് ആ വ്യക്തിയുടെ കഴിവിനാണ്. എന്നാൽ ചിലർക്കങ്ങനല്ല, പെരുമാറ്റ രീതിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 പേരെ എടുത്താൽ അതിനോടുള്ള കാഴ്ചപ്പാട് 10 തരത്തിലായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പങ്കാളിക്ക് പൊതുവെ ഇഷ്ടം തോന്നുന്ന പൗരുഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ആകർഷണം വേണം, അംഗീകാരം വേണം എന്നൊക്കെ പൊതുവെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിന് ഏറ്റക്കുറച്ചിലുണ്ട്, എങ്കിലും ഉള്ളിലൊരാഗ്രഹമുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തീവ്രമായ ആകർഷണം തോന്നാനായിട്ട് പല കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ നോക്കിക്കാണുന്ന പോലല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കിക്കാണുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജെൻഡറിൻ്റെ കാഴ്ചപ്പാടിന് അവർ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പ്രകടമായ വ്യത്യാസമുണ്ട്. ഏതൊരു റിലേഷൻഷിപ്പിനകത്തും ഒരു കണ്ടീഷൻ നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ രൂപത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ പുരുഷനൊരു ധാരണയുണ്ട്, ഒരു മുൻവിധിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം പല രീതിയിലും കണ്ടും കേട്ടും പലരുമായിട്ടും കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഇതിനകത്തൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നുവെച്ചാൽ ഇതിങ്ങനെ ഇരിക്കണം, അതങ്ങനെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടത്തുള്ളൂ. എന്നാൽ അവൻ്റെ കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നുവാണെങ്കിൽ അതിനകത്ത് കൂടുതൽ അലർട്ടാകും, കോൺഷ്യസ് ആകും. അങ്ങനെയാണ് പലർക്കും ആത്മവിശ്വാസക്കുറവ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു കേട്ടോ, അല്ലാതെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നുമല്ല. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തെറ്റിദ്ധാരണകൾ സ്ത്രീയേക്കാൾ കൂടുതൽ പുരുഷനാണുള്ളത്. അവനെ സംബന്ധിച്ച് ഇത് ശരീരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന കാര്യം മാത്രമല്ല, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിനകത്ത് കൂടുതലും അലർട്ടാകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അവർക്കിതിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണ്? അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തി സവിശേഷതയ്ക്കായിരിക്കും. എന്നാൽ ചില സാഹചര്യത്തിൽ അവർക്കിതിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആരോഗ്യമുള്ള ലിംഗത്തെ സംബന്ധിച്ച് അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ രീതിക്കനുസരിച്ച് ഏറ്റവും ബെറ്ററായിട്ട് പ്രവർത്തിക്കുക. എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകളും ഇതിനകത്ത് കണക്കിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് രീതിയിലാണ് അവർക്ക് ആനന്ദം കിട്ടുന്നത്, സംതൃപ്തി കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ നേർവെൻറ്റിക്സ് എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ സ്ട്രോക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു ഷെയറിങ്ങിനകത്ത് പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെ അടുത്തറിയാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു വഴിയായത്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു സംതൃപ്തി കിട്ടുവാണെങ്കിൽ അതൊരു വലിയ റിലാക്സേഷനായിരിക്കും. അപ്പോൾ അതിന് കാരണമാകുന്നത് ഏത് ഫാക്ടറാണ്, അതിനോട് അവർക്കൊരു ആകർഷണം തോന്നും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം, ഹോർമോൺസിൻ്റെ പ്രവർത്തനം, ശരീരത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഇതിനകത്ത് ചില യുക്തികൾ പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാൾക്കൊരു കാര്യം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളിൻ്റെ രീതിയും കൂടെ അറിയണം. എന്നുവെച്ചാൽ അവരുടെ സാഹചര്യം, എക്സ്പീരിയൻസ്, ഇഷ്ടപ്പെട്ട മെത്തേഡുകൾ, ഇതൊക്കെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പുരുഷൻ നല്ല എനർജറ്റിക് ആകണം, നല്ല ബലവാനാകണം എന്നാഗ്രഹിക്കുന്ന ചില സമയങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് മാത്രം ഇതിനോടൊരാകർഷണം തോന്നണമെന്നില്ല. അതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളും ഉണ്ട്. അതുപോലെ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിനകത്ത്, സമയത്തിൻ്റെ കാര്യത്തിനകത്തൊക്കെ തന്നെ ഒരു പ്രാധാന്യമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരാളിൽ നിന്നും ഒരു സംതൃപ്തി കിട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമുള്ളവരുടെ എല്ലാ കാര്യങ്ങളും അവർക്കിഷ്ടമാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.